അപ്പോഴേ ഇതാ ഇത് റേഷൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഗോതമ്പാണ്. ഞങ്ങൾക്ക് ഗോതമ്പൊന്നും ഇല്ല. ഒരു 10 വർഷങ്ങളായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഗോതമ്പൊക്കെ വാങ്ങിയിട്ട്. ഞങ്ങൾ റേഷൻ അരി വാങ്ങൽ കുറവാണ്. ഉള്ളപ്പോൾ വല്ലപ്പോഴും പോയി വാങ്ങും, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇന്ന് എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. ഞാൻ അവിടുന്ന് കുറച്ച് ഒരു 2 കിലോ ഗോതമ്പ് ചോദിച്ച് മേടിച്ചു. ഞങ്ങൾക്കില്ല ഗോതമ്പ്. അത് അതിൻ്റെ കല്ലും കട്ടയും അതിൻ്റെ ഗോതമ്പിൻ്റെ ഇതെല്ലാം പെറുക്കി കളഞ്ഞ് കഴുകി വറുത്തിട്ടാണ്. എനിക്കതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയി വരുമ്പോൾ അമ്മ വീട്ടിൽ ഗോതമ്പ് വറുത്തതും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ വറക്കുമ്പോൾ നല്ല പാകമായി വരുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒരു വാസനയുണ്ട്, നല്ലൊരു വാസനയുണ്ട്. എനിക്ക് ഉപ്പിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉപ്പിടാതെ നല്ല ഭംഗിയിൽ കറുമുറുന്നത് വറുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഇങ്ങനെ എടുത്ത് തിന്നും. അതൊരു സുഖമുള്ള ഓർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മയാണ്. കട്ടൻ ചായയിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചായയിലൊക്കെ ഇടും, എന്നിട്ട് കുടിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ കടുകുടൂന്നിങ്ങനെ നല്ല സുഖമായിട്ട് കുറച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു പഴയ ഓർമ്മയാണ്. അമ്മ ഞങ്ങൾക്ക് ഗോതമ്പൊക്കെ വറുത്ത് തരുന്ന ഒരു ഓർമ്മയാണ്. ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉള്ളൊരു ഓർമ്മകളാണത്. ഇപ്പോൾ അമ്മയില്ല അച്ഛനുമില്ല, അവരൊക്കെ മരിച്ചു പോയെങ്കിലും അവർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഓർത്ത് ഞാൻ പോയി വാങ്ങി വറുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. കടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റും വാസനയൊക്കെ ആ പഴയ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ തരാൻ മറക്കണ്ട. എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു സുഖമുള്ള ഓർമ്മകളാണ്, സുഗന്ധമുള്ള ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങളൊക്കെ തിന്നാറുണ്ടോ ഇങ്ങനെ ഗോതമ്പൊക്കെ വറുത്തത്? എനിക്ക് പണ്ടേ ഉള്ളൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഓക്കെ, ബൈ.